ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നേക്കുന്നത് ഒരു ബിരിയാണി റെസിപ്പി ആയിട്ടാണ്. ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മുടെ തലശ്ശേരി ബിരിയാണി, നാടൻ തലശ്ശേരി ബിരിയാണി ആയിട്ടാണ്. അപ്പോൾ അതിന് ആവശ്യമുള്ള ചേരുവകൾ എന്താണെന്നുള്ളത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ഒരു 1 കിലോ 200 ഗ്രാം ആയിട്ടുള്ള ചിക്കനാണ്. കട്ട് ചെയ്ത് ഒരു 10 പീസായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള ചേരുവകൾ നോക്കാം. നമ്മുടെ ചിക്കനിലേക്ക് ഇപ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെപ്പറിൻ്റെ പൗഡർ, സോൾട്ടും പിന്നെ 2.5 ടേബിൾ സ്പൂൺ തൈര്, ഇതൊക്കെയും കൂട്ടിയിട്ടാണ് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പോണത്. ഇതിൽ ഈ ഒരു ബിരിയാണി എന്ന് പറഞ്ഞാൽ അധികം കളറില്ലാത്ത ബിരിയാണിന് വെളുത്തണിരിക്കുക. അതുകൊണ്ട് നമ്മൾ കൂടുതൽ മുളക് പൊടിയൊന്നും അധികമായിട്ട് ചേർക്കണില്ല. മഞ്ഞൾപ്പൊടി വരെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കണത്, ആ ഒരു നേരിയൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ നമുക്കിത് ഈ ചേരുവകളൊക്കെയും ചിക്കനിലേക്ക് മിക്സ് ചെയ്തിട്ട് ചിക്കൻ നല്ലോണം മിക്സ് ചെയ്ത് പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറോളം വെക്കാം. ഇവിടെ നമ്മൾ ചിക്കൻ നല്ലോണം മസാല പുരട്ടി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മൂടി ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂറോളം വെക്കാം. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഡ്രൈ മസാലകൾ, ബിരിയാണിക്ക് വേണ്ട മസാലകൾ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ബിരിയാണിക്ക് ആവശ്യമുള്ള മസാലകളാണ്. ഇത് ബിരിയാണി മസാല എന്ന് പറയും. ഇതിന് ആവശ്യമായിട്ട് നമ്മളിപ്പോൾ ഒരു 4 കറിയാമ്പൂവ്, ഏലക്ക ഒരു 4 എണ്ണം, പിന്നെ പട്ട ഒരു 2 പീസ്, പിന്നെ പെരിഞ്ജീരകം 1 ടീസ്പൂൺ, ജീരകം 1/4 ടീസ്പൂൺ, പിന്നെ കുരുമുളക് 1 ടീസ്പൂൺ, പിന്നെ ഞാനിവിടെ ഫുൾ മല്ലിയാണ് എടുത്തേക്കുന്നത്, അതും ഒരു 1/4 ടീസ്പൂൺ. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് ജാതിക്കയുടെ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂണോളം. അധികം ചേർക്കണ്ട, അധികം ചേർത്ത് കഴിഞ്ഞാൽ അത് ജാതിക്കയുടെ ഒരു കുത്തു വരും. പിന്നെ എടുത്തേക്കുന്നത് ജാതിക്കയുടെ മുകളിലുള്ള പത്രിയാണത്, അത് ഒരു ജാതിക്കയുടെ ഒരു പത്രി എടുത്തിട്ടുണ്ട്. പിന്നെ 2 വറ്റൽമുളകും ഡ്രൈ, പിന്നെയുള്ളത് ഈ എന്തെന്നാ പറയുന്നതിന് സ്റ്റാർ പോലത്തെ ഒരു സാധനമില്ലേ, തച്ചോളം, യെസ്, തച്ചോളം. അതൊരു ചെറുതൊരെണ്ണം, ചെറിയൊരു തച്ചോളം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബിരിയാണി മസാല. അപ്പോൾ ബേ ലീഫ് ഉണ്ട്, കുരുമുളക്, ജീരകം, മല്ലി, വറ്റൽമുളക്, പെരിഞ്ജീരകം, പട്ട, ഏലക്കായ, ഗ്രാമ്പൂ, തച്ചോളം, ജാതിപത്രി. അപ്പോൾ ഇതെല്ലാം. പിന്നെ ഞാൻ ഒരു പോപ്പി സീഡ്സ് എന്ന് എന്തെന്നാ പറയാം, കസ്കസ് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലകൾ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അത് നല്ലോണം പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്ത് ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം മാത്രം നമ്മൾ പോപ്പി സീഡ്സ് ഇടാൻ പാടുള്ളൂ. കാരണം പോപ്പി സീഡ്സ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതെല്ലാനും നമുക്കൊന്ന് വറുത്തിട്ട് പൊടിച്ചെടുക്കാം.
അപ്പോൾ നമ്മുടെ ബിരിയാണി മസാല ഫ്രൈ ചെയ്തത്, ഡ്രൈ റോസ്റ്റ് ചെയ്തത് റെഡി ആയിട്ടുണ്ട്. ഇത് ഇനിയിപ്പോൾ അത് പൊടിച്ചെടുക്കാം. ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ. ജാതിക്കായയുടെയും മുളകിൻ്റെയൊക്കെ നല്ലൊരു കുരുമുളകും വറ്റൽമുളകും പിന്നെ തച്ചോളത്തിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വയ്ക്കാം, അതിൻ്റെ മണം പോവാണ്ട് സൂക്ഷിക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ഒരു 3 സബോള നല്ല നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ബിരിയാണിക്ക് മെയിനായിട്ടുള്ളൊരു ഐറ്റമാണത്. നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫ്രൈ ചെയ്ത് നല്ല ക്രിസ്പി ആയിട്ട് വറുത്ത് കോരിയെടുക്കാം. അതിനായിട്ട് നമുക്കൊരു പാൻ വെച്ച് അതിൽ എണ്ണ ഒഴിച്ചിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്ത് ഈ ഓണിയൻസ് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ വെച്ച് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ഉപയോഗിച്ചേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇത് നല്ലോണം ചൂടായി. ഇനി നമുക്ക് സബോള വറുത്തെടുക്കാം. മൂത്ത് വരുന്നുണ്ട്. ഇത് കരിയാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇതിപ്പോൾ ആയിട്ടില്ല, ഒന്നും കൂടിയും ആവാനുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം എല്ലായിടത്തും ഈക്വലായിട്ട് ബ്രൗൺ ആയി കിട്ടും. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി അധികം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ എല്ലാ ഉള്ളിയും ഞാൻ ഫ്രൈ ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ എണ്ണയിൽ, ബാക്കിയുള്ള എണ്ണയിൽ നമുക്ക് കശുവണ്ടിയും മുന്തിരിയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കശുവണ്ടി ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എടുക്കുന്നത് നമ്മുടെ മുന്തിരിയാണ്. ഇത് പെട്ടെന്നാവും. നമ്മുടെ കശുവണ്ടിയും റീസൺസും വറുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളിയും സബോളയും നല്ല ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. റെഡിയാക്കാൻ പോണത് കോഴി മസാലയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫുൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 7-8 പച്ചമുളക്. പിന്നെ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ജിഞ്ചർ പേസ്റ്റാണ്. ഇതിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ഇടാം. ഈ വെളുത്തുള്ളിയും പച്ചമുളകും നല്ലോണം എന്തെന്ന് പറയാം, ഒന്ന് ചതച്ചെടുക്കാം. നല്ലോണം ചതച്ചെടുക്കാം. നമ്മൾ ചിക്കൻ്റെ മസാല റെഡിയാക്കാൻ പോണ്. അപ്പോൾ അതിലേക്ക് ഇപ്പം നേരത്തെ നമ്മൾ ഉള്ളി സബോള മൂപ്പിച്ച് ഫ്രൈ ചെയ്തെടുത്ത ബാക്കിയുള്ള എണ്ണയാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം. ഇപ്പോൾ വെറുതെ ആ എണ്ണ വേസ്റ്റാക്കി കളയണ്ടെന്ന് വിചാരിച്ച് ഞാൻ അപ്പോൾ എണ്ണ തന്നെ ഉപയോഗിച്ചു. ഇതിലാവുമ്പോൾ പിന്നെ ആ എണ്ണയുടെ ഉള്ളിയുടെ ആ ഫ്ലേവറും കൂടി ഉണ്ടാവും. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കണ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതൊന്ന് സോട്ടായി കൊണ്ടിരിക്കുന്നു. ഇത് അധികം മൂക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഒരു ഇതിൻ്റെയൊക്കെ ഒരു പച്ചക്കുത്ത് പോവാനായിട്ടുള്ളത് മാത്രം അത്രയൊന്ന് സോട്ടായാൽ മതി. ആ ഇഞ്ചിക്ക് മൂക്കണ ഒരു നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ ഒരു 3 സബോള, നല്ല വലിയ സബോളയാണ് കേട്ടോ. സബോള നല്ലോണം നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇത് നല്ലോണം ഒന്ന് സോട്ട് ചെയ്ത് അതൊന്ന് ട്രാൻസ്പെറൻ്റ് ആവണ വരെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കും.
വെളുത്തുള്ളി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 തക്കാളി, മീഡിയം സൈസ് തക്കാളി അരിഞ്ഞ് പീസുകളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ചേർക്കാം. തക്കാളി അധികം വെന്ത് ഉടയണമെന്നൊന്നുമില്ല, കാരണം നമ്മൾ ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ടിട്ട് വേവിക്കാനുള്ളതാണ്. അപ്പോൾ അത് അതിൽ കിടന്ന് വെന്തോളും. നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയില കൂടുതലും പുതിന കുറവും മതി കേട്ടോ. ഒരു പിടി മല്ലിയില, അതിൻ്റെ 3/4 പിടി പുതിന. അപ്പോൾ നമ്മുടെ മിക്സ്ചർ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണ കോഴി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് അതിന് പാകത്തിനുള്ള ഉപ്പ്, എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടിയും ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഓൾറെഡി തൈര് ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടിയും, അധികം പുളിയാവരുത്, വലിയ നാരങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു 3/4 ഇത് ജ്യൂസ് മതി. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചേക്കുന്ന മസാല ഒരു 1 ടീസ്പൂണും 1 ടേബിൾ സ്പൂണും പിന്നെ ഒരു 3/4 കൂടിയും ഈ കോഴിയുടെ മിക്സ്ചറിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയെല്ലാ മസാല നമുക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ. അത് നമ്മൾ ദമ്മിടുമ്പോൾ ആവശ്യം വരും. ഇത് ബാക്കി ഇത്രയ്ക്ക് മസാലയും കൂടി ഉണ്ട്, അപ്പോൾ അത് നമുക്ക് എടുത്ത് വയ്ക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മൂടി ആ ചിക്കൻ വേവണം വരെ ഒന്ന് മൂടി വയ്ക്കുക. അധികം വെന്ത് ഉടയാണ്ട് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൽ മസാലയിൽ ഉപ്പുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇറച്ചിയിൽ ഇപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. നമ്മൾ കോഴി മാരിനേറ്റ് ചെയ്ത് വെച്ച കോഴീന് ഇട്ടത് അത് മൂടി വെച്ച് വേവിക്കുമ്പോൾ തന്നെ കോഴിയിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിക്കോളും. അതിൽ തന്നെ കിടന്ന് ചിക്കൻ വെന്തോളും. ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കാം. കാരണം ഇത്രയ്ക്കും ചാറിൻ്റെ ഗ്രേവിയുടെ ആവശ്യമില്ല. അപ്പോൾ അതൊന്ന് വറ്റാൻ വേണ്ടിയിട്ട്, അതേസമയം ഇറച്ചിയും കുറച്ചുകൂടി വേവാനുണ്ട്. അപ്പോൾ അതും കൂടി ആ വെള്ളം വറ്റി വരുമ്പോഴേക്കും ഇറച്ചി റെഡി ആയിക്കോളും. ചിക്കൻ നല്ലോണം വെന്ത് വരുന്നുണ്ട്. വെള്ളമൊക്കെ ഏകദേശം വറ്റി നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടാണ് വന്നേക്കണം. ഇനി ഇതിലേക്ക് ഞാൻ എന്താ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പൊടി, കോക്കനട്ട് പൗഡർ ഒരു 4 ടേബിൾ സ്പൂൺ, ലേശം നേരിയ ചൂടുവെള്ളത്തിൽ കുറച്ച് വെള്ളം ഇട്ടിട്ട് നല്ല തിക്ക് പേസ്റ്റായിട്ടാണ് എടുത്തേക്കണേ. ഇതുണ്ടോ, നല്ല തിക്ക് പേസ്റ്റായിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ തേങ്ങ പേസ്റ്റും കൂടിയും ഇട്ട് നല്ലോണം ഒന്ന് വറ്റിച്ച് ആ വെള്ളം ഒന്ന് നല്ലോണം വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നല്ല തിക്ക് ഗ്രേവി. ഇനി ഇത് ദമ്മ് ചെയ്യുമ്പോൾ റൈസൊക്കെ വന്നു കഴിയുമ്പോൾ കറക്റ്റാവും. അപ്പോൾ ഇത് ഓഫ് ചെയ്യാം.
ഇതിനിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് മല്ലിയിലയും ഒരു ലേശം മല്ലിയിലയും പുതിനയിലയും പിന്നെ പൗഡർ ചെയ്ത് വെച്ചേക്കുന്ന മസാല ബിരിയാണി മസാലയും ഒരു 1/2 ടീസ്പൂൺ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് അടച്ചു വയ്ക്കാം. ബിരിയാണി നെയ്ച്ചോറ് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു വലിയൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഞാനിവിടെ ഉപയോഗിക്കുന്നത് നെയ്യാണ്. ബിരിയാണി അല്ലേ, അപ്പം നെയ്യിൽ തന്നെ ഉണ്ടാക്കാം. നല്ല മണവും സ്മെല്ലൊക്കെയും കിട്ടുള്ളൂ. അപ്പോൾ നെയ്യ് എടുത്തിട്ടുണ്ട്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം പെരിഞ്ജീരകം, പട്ട, ഏലക്കായ, കുറച്ച് ഗ്രാമ്പൂ ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു പകുതി എന്താ പറയുക സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ വറക്കാനായിട്ട് എടുത്തതിന് കുറച്ച് ഞാൻ മാറ്റി വെച്ചതാണ്. ഒരു ലേശം ഒരു പകുതി സബോള ഇത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 3 കപ്പ് അരിന് എടുത്തേക്കണേ. ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത് ജീരകശാല അരിന്. ഇത് കഴുകി ഒരു 1/2 മണിക്കൂർ കഴുകി കുതിർത്തി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതിന് ആവശ്യമായിട്ട് ഇപ്പം 3 കപ്പ് അരി എടുത്തപ്പോൾ അതിൻ്റെ ഡബിൾ 6 കപ്പ് വെള്ളം ഞാൻ മറ്റേ സ്റ്റൗമ്മ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ മസാലയ്ക്കും മൂത്ത് വന്നിട്ടുണ്ട്. ഉള്ളി ഒന്ന് വാട്ടിയിട്ടുണ്ട്. അധികം ബ്രൗൺ ആക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഞാൻ 6 കപ്പ് വെള്ളം നേരിയതായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൽ ഒന്ന് ലേശം കൂടുതലായിട്ട് നിൽക്കണം. ബിരിയാണി അല്ല, അത് വെന്ത് വരുമ്പോൾ ശരിയായിക്കോളും. അപ്പോൾ ഇത് നമുക്കിനി തള വന്നിട്ടുണ്ട്. ഇത് മൂടി വെച്ച് 10 മിനിറ്റ് വേവിക്കാം. ഇനിയപ്പോൾ നമ്മുടെ ചോറ് നല്ല പൂ പോലെ ആയിട്ടുണ്ട്. നല്ലോണം വെന്ത് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാനായിട്ട് റെഡിയാവാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ പാല്, അതിൽ 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടറും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കലക്കി വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ്. നമ്മൾ വല്ലാണ്ട് വെള്ളാമ്പിച്ചിരിക്കേണ്ട നമ്മുടെ ബിരിയാണി. അപ്പോൾ അതിൽ ഒരു നേരിയൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാഫ്രൻ ഉണ്ടെങ്കിൽ സാഫ്രൻ പാലിലിട്ടിട്ട് എടുക്കാം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ സാഫ്രൻ ഇല്ല, അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ദമ്മ് ചെയ്യാനുള്ള പരിപാടികൾ ചെയ്യാം. നമ്മൾ ഇറച്ചി മസാല വേവിച്ച് വെച്ചതാണ്. അതിലേക്ക് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഓണിയൻ
കുറച്ച് ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ദം ചെയ്യാൻ പോകണം. ഞാൻ ദം ചെയ്യുന്നത് സെയിം ഇറച്ചി മസാല ഉണ്ടാക്കിയ സെയിം പാത്രത്തിലാണ് ദം ചെയ്യാൻ പോണത്. അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ ഞാനൊരു ലെയർ ചോറ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില, പുതിനയില, ഫ്രൈഡ് ഓണിയൻസ്, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒരു ലെയർ ഇട്ട്, അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും ചോറ് അടുത്ത ലെയർ ഇട്ടിട്ട് വീണ്ടും ഇതുപോലെ തന്നെ മല്ലിയില, പുതിന, ഫ്രൈഡ് ഓണിയൻസ്, പിന്നെ കാഷ്യൂ നട്ട്സും കിസ്മിസും ഇട്ടിട്ട് റെഡിയാക്കിയിട്ട് കാണിക്കാം. നമ്മൾ ദം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ കഷ്ണങ്ങൾ കംപ്ലീറ്റ് നമ്മൾ സെൻട്രലിലേക്ക് നീക്കി കൊടുക്കാം. സെൻട്രലിലേക്ക് നീക്കി കൊടുത്തിട്ട് വേണം റൈസിൻ്റെ ലെയേഴ്സ് ഇട്ട് തുടങ്ങാനായിട്ട്. റൈസും ടോപ്പിങ്സും ഞാനിപ്പോൾ ഇട്ട് കഴിഞ്ഞു. ഇനി അടുത്ത ലെയർ റൈസും കൂടിയും അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാം. രണ്ടാമത്തെ ലെയറും റെഡിയാക്കി. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ പൊടിച്ച് വെച്ചേർന്ന ബിരിയാണി മസാലയില്ലേ, അതും കൂടിയും ഒന്ന് വിതറി കൊടുക്കാം. എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ പാലിൽ മഞ്ഞൾ ഒഴിച്ച് വെച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടിയും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് നല്ലോണം ടൈറ്റായിട്ട് അടച്ച് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമുക്കിത് ദമ്മ് കൊടുക്കാം. അപ്പോൾ ഞാൻ ദമ്മ് വെച്ചേക്കുന്നത് ഇത് ഞാൻ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇടിക്കുന്ന സാധനമാണ് കേട്ടോ. അത് നല്ല വെയിറ്റ് ഉള്ളതാണ്. അപ്പോൾ അത് ഞാൻ പോട്ടിൻ്റെ മുകളിൽ വെയിറ്റായിട്ട് വെച്ചേക്കുന്നതാണ്. ഇതിനി ഒരു 10 മിനിറ്റ് നമുക്ക് അതിൻ്റെ സ്റ്റീമൊക്കെ ഒന്ന് വന്ന് ദമ്മായി കിട്ടണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ബിരിയാണി ദമ്മ് കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഒരു രക്ഷയില്ല, ഭയങ്കര സ്മെല്ലാണ്. റൂമാകെ സ്മെല്ലായിട്ടാണ് ഇരിക്കുന്നത്. നല്ല ബിരിയാണിയുടെ നല്ല സ്മെല്ലുണ്ട്. ഇനി ഇത് പ്ലേറ്റ് ചെയ്ത് എടുക്കാം. ഇതിപ്പോൾ പ്ലേറ്റ് ചെയ്യാനായിട്ട് ഞാൻ മുകളിൽ മാത്രമാണല്ലോ നമ്മൾ ചോറ് ഇട്ടേക്കുന്നത്, നെയ്ച്ചോറ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതൊന്ന് ചോറ് ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റിയിട്ട് താഴേന്ന് മസാല, ഇറച്ചിയുടെ മസാല നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഈ ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവാം. ആ നല്ല യെല്ലോ കളറൊക്കെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടില്ലേ? അവിടെ എവിടെയും വൈറ്റും ഗ്രീനും യെല്ലോവും നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബിരിയാണീന്, തലശ്ശേരി ബിരിയാണി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും എനിക്ക് അതിൻ്റെ മണവും അതിൻ്റെ ലുക്കും കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഇനി അത് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ബിരിയാണി എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് അതിൻ്റെ കമൻസ് അയയ്ക്കുക. ഇനി അടുത്തൊരു റെസിപ്പി ആയിട്ട് വരണവരെ ടാറ്റാ, ബൈ. തലശ്ശേരി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയിലേ കാണാനായിട്ട്. നല്ല യെല്ലോ റൈസ്, വൈറ്റ് അടയ്ക്കുണ്ട്. ഞാൻ ആദ്യം ഒരു ചിക്കൻ്റെ പീസ് വെച്ചിട്ട് ഒരു ബോളിൽ ചിക്കൻ്റെ പീസ് വെച്ചിട്ട് സൈഡിലൊരു മുട്ടയും വെച്ച് ഈ ചോറ് അതിൻ്റെ മുകളിൽ ഷേപ്പ് ചെയ്ത് വെച്ചു. എന്നിട്ട് അത് ഈ പ്ലേറ്റിലേക്ക് ഞാൻ കമത്തി അതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ഫ്രൈഡ് ഓണിയൻസും കാഷ്യൂ നട്ട്സും ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തു. സംഭവം നല്ല ടേസ്റ്റും ഉണ്ട്. നല്ല ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റുണ്ട്. കാണാനും നല്ല ഭംഗിയുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.
ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റെസിപ്പിയായിട്ട് വരുന്നവരെ ബൈ.